ക്യുസാറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് നമ്മളുടെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളില്ലേ, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ് ടെക്നോളജി സ്ട്രീം 1 and 2, മാത്സ്, ഫോട്ടോണിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് MCA, ഇത്രയും കോഴ്സുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് മാറി ഈ ഒരു വർഷം വന്നിട്ടുണ്ട്. നമ്മൾ ബിടെക്കിൻ്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. ബിടെക്കിൻ്റെ അലോട്ട്മെൻറ്റ് വേറെ, MCA അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ എല്ലാം അലോട്ട്മെൻറ്റുകൾ വേറൊരു രീതിയിലുമാണ് വരുന്നതെന്നുള്ളത്. പക്ഷേ രണ്ടും ഓൺലൈൻ അലോട്ട്മെൻറ്റും ഫീസ് അടക്കൽ ഓൺലൈനായിരുന്നു. പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കുമ്പോൾ ചെല്ലലായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് മാറിയിട്ട് ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് ഈ വർഷം റിയൽ ടൈം കൗൺസിലിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരിട്ട് കൗൺസിലിങ്ങിന് ഹാജരാവാന്നുള്ളത്. അതിനൊരു ഡേറ്റും അതുപോലെ തന്നെ ടൈമും വെന്യൂവും പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെ ഉള്ളവരെ വിളിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ ചെല്ലാം. പിന്നെ ഇതിലിപ്പോൾ ഒരു റാങ്ക് നമ്പർ പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് മെയിൽ എടുത്ത് നോക്കുക. ചിലപ്പോൾ ഈ പറയുന്ന റാങ്കിനെക്കാട്ടിയും 1-2 റാങ്കുകൾക്കുള്ളവർക്കും കൂടി ചിലപ്പോൾ അവർ മെയിൽ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഈ ക്യുസാറ്റിൽ രജിസ്റ്റർ ചെയ്തേക്കണം മെയിൽ ID ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. അതിലെന്തെങ്കിലും ക്യുസാറ്റ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലെ പ്രൊഫൈലും ചിലപ്പോൾ പ്രൊഫൈലായിരിക്കും, അതും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്നവർ ശ്രദ്ധിക്കുക. ഇതിൽ ചിലവർ ഒന്നിലധികം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും, ചിലവർ ഒരെണ്ണത്തിലായിരിക്കും. അത് നിങ്ങൾ കൊടുത്തേക്കണ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ എക്സാം അനുസരിച്ചിട്ട് നിങ്ങൾ വന്നേക്കുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്നവർ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, ഈ ക്യുസാറ്റിനെ പറ്റി അറിയണവർക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ക്യുസാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം വെഹിക്കിളാണെങ്കിൽ അറിയാത്തവരാണെങ്കിലും നമ്മളത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരിക്കും ആ ലൊക്കേഷൻ നിങ്ങൾ എത്തുന്നത്. പക്ഷെ അതല്ല, നിങ്ങളിപ്പോൾ കളമശ്ശേരി എന്നൊക്കെ ഒരു ഓട്ടോ പിടിച്ചിട്ട് വരുന്നവരോ, ചില ഓട്ടോക്കാർക്ക് ചിലവർക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് വെഹിക്കിളിനെ ആശ്രയിച്ച് അവിടെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്യുസാറ്റ് എന്ന് പറയുമ്പോൾ അവർ എവിടെയാണ് കൊണ്ടുപോയി ഇറക്കണേന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഇറക്കാം, അതിന് കുറച്ചടുത്തായിട്ടാണ് വെനു വരുന്നത്. പക്ഷെ എന്നാലും എവിടെയാണ് കൊണ്ടുപോയി ഇറക്കണേന്ന് അറിയില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന വെനു, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെമിനാർ കോംപ്ലക്സ് നിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സൗത്ത് കളമശ്ശേരി. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ലൊക്കേഷൻ കൊടുത്തിട്ട് അവിടെ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാരണം നമ്മൾക്കിവിടെ ഒരു ടൈമുണ്ട് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ ഒരു ഓൺ ടൈം എത്താം എന്നുള്ള രീതിയിൽ ഇത്തിരി നേരത്തെ എത്താൻ ശ്രമിക്കണം കേട്ടോ. എത്താന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് അവിടെ വന്ന് എവിടെയെങ്കിലും ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അത് അവിടെ തപ്പി നടന്നാൽ പോസിബിൾ അല്ല. കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, പാരൻസിന് ചിലപ്പോൾ ഇത്തിരി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷനിൽ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ ആ ടൈം പോകരുത് കേട്ടോ. അത് ആ ടൈമിനുള്ളിൽ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 13/6/2025 ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ എല്ലാം റിയൽ ടൈം കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ്. 13/6/2025 9 മണി മുതൽ 10:30 വരെയും ഒരു രജിസ്ട്രേഷനുണ്ട്. വന്നേക്കണ എല്ലാവരും, അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷനാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും തന്നെ ഈ വിളിക്കുന്ന എല്ലാവരും തന്നെ എല്ലാ കോഴ്സുകൾക്കും ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങളുടെ റാങ്കും അതുപോലെ ചോയ്സൊക്കെ അനുസരിച്ചിട്ട് ഒരു രജിസ്ട്രേഷൻ അവിടെ പറയുണ്ടാവും. അത് ചെയ്യാനായിട്ട് 10:30 വരെ ടൈമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കറങ്ങി വന്ന് സമയം കളയരുതെന്ന് പറയണത്. ഈ 10:30 കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ റാങ്കുകാരനാണെങ്കിൽ പോലും ചിലപ്പോൾ ആ കൗൺസിലിങ്ങിൽ അനുവദിക്കില്ല. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ടൈമിൽ 10:30 മുമ്പായിട്ട് തന്നെ 9 മണി മുതലുണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ എത്താൻ നോക്കുക. 10:30 വരെ ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. ആ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇതിൽ ഇന്ന റാങ്ക് വരെ ഉള്ളവരെ വിളിച്ചേക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് MSc ബയോളജിക്കൽ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ് സ്ട്രീം 1 and 2 റാങ്ക് ലിസ്റ്റിൽ വന്നേക്കണ 200 വരെയുള്ള റാങ്കുകാരെയാണ് വിളിച്ചേക്കണം. 1 മുതൽ 200 വരെയുള്ള റാങ്കുകാരെയാണ് ബയോളജിക്കൽ സയൻസിൻ്റെയും EVSൻ്റെ സ്ട്രീം 1 and 2ൻ്റെയും ആ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചേക്കണത്. ഇനി ഇൻ്റഗ്രേറ്റഡ് MSc മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കെമിസ്ട്രി, ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസും ഇൻ്റഗ്രേറ്റഡ് MCAയുടെയൊക്കെ 1 മുതൽ 500 വരെ റാങ്ക് ലിസ്റ്റിലുള്ളവരെയാണ് വിളിച്ചേക്കുന്നത് കേട്ടോ. അതായത് 500ാമത്തെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ മെയിൽ എടുത്തൊന്ന് നോക്കുക. ചിലപ്പോൾ 201ാമത്തെ ആൾക്കും മെയിൽ ചിലപ്പോൾ അവർ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഒരു ഇതായിട്ട് ചെല്ലാവുന്നതാണ് നിങ്ങൾക്ക് സാധാരണ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മെയിലൊന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 501, 2 റാങ്കുകാരും നിങ്ങളുടെ മെയിലും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഈ 2 റാങ്ക് ലിസ്റ്റിൽ വന്നേക്കണ SC/ST കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവർ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന റാങ്ക് വരെയെന്നില്ല. നിങ്ങൾ ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഏതിൻ്റെയെങ്കിലും റാങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ BTechൻ്റെ ഇതിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ BTech നോക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ പറഞ്ഞാൽ മതി. ഒരു BTechൻ്റെ അലോട്ട്മെൻറ്റ് നമ്മളുടെ BTech റാങ്ക് അനുസരിച്ചിട്ടാണല്ലോ വരുന്നത്. സോ അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണതിന് കുഴപ്പമില്ല. പക്ഷേ ജസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളതൊന്ന് കൺഫേം ചെയ്തേക്കുക. ഞാനിപ്പോൾ MCAയുടെ അഡ്മിഷൻ എടുത്താൽ എനിക്ക് BTechൻ്റെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണതിന് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് എടുക്കണതിന് കുഴപ്പമുണ്ടോ, ഫീ റീഫണ്ടിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ അവിടെ സംസാരിക്കാവുന്നതാണ് കേട്ടോ. സാധാരണ അതിന് കുഴപ്പമുണ്ടാവാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർഷവും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് ചോദിച്ച് കൺഫേം ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ BTech അലോട്ട്മെൻറ്റിനെ പറ്റി ഇത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലോ, ഫീ റീഫണ്ടിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ അവിടെ നിന്ന് തന്നെ കൺഫേം ആക്കി പോരാം. ഇനി ഇൻഡിവിജ്വൽ കോൾ ലെറ്റർ വിൽ നോട്ട് ബി സെൻഡ് ടു കാൻഡിഡേറ്റ്സ് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് മെയിലോ പ്രൊഫൈലിലോ മെസ്സേജോ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഒരു കാര്യം ഇവർ പറയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓൺലൈനാണ് നോക്കേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കോൾ ലെറ്റർ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കി നിങ്ങൾ ചെല്ലണം എന്നാണ് പറയുന്നത്. ഇനി കാൻഡിഡേറ്റ് ഷുഡ് രജിസ്റ്റർ അറ്റ് ദ വെന്യൂ ബിഫോർ 10:30 AM ഓൺ ദ ഡേറ്റ് ഓഫ് റിയൽ ടൈം കൗൺസിലിംഗ് ആസ് പെർ ഷെഡ്യൂൾ. കാൻഡിഡേറ്റ് ഹു ഡു നോട്ട് റിപ്പോർട്ട് 10:30 AM അറ്റ് ദ വെന്യൂ വിൽ നോട്ട് ബി കൺസിഡർ ഫോർ കൗൺസിലിംഗ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. 10:30 മുമ്പ് നിങ്ങൾ ആ ഒരു വെന്യൂവിലെത്തി രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കൂല കേട്ടോ. ഓക്കെ. ഇനി റിയൽ ടൈം കൗൺസിലിംഗ് വെന്യൂ നേരത്തെ പറഞ്ഞു, സെമിനാർ കോംപ്ലക്സ് നിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സൗത്ത് കളമശ്ശേരി എന്നുള്ളതാണ്. ഇനി റീഡ് പ്രോസ്പെക്ടസ് പബ്ലിഷ്ഡ് ഇൻ ദ വെബ്സൈറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് കാൻഡിഡേറ്റ് ഫുൾഫിൽ, അതായത് ഇത്ര % മാർക്ക് വേണം എന്നുണ്ടല്ലോ ഓരോ കോഴ്സിന്. അതാണ് ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില കോഴ്സുകൾക്ക് 45%, ചില കോഴ്സുകൾക്ക് 50% നമ്മളുടെ PCMൻ്റെ മാർക്കോ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കോ ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കിയാൽ മനസ്സിലാവും. ഒന്നിനൊന്നും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആ മാർക്ക് ഇവിടെ പറയാത്തത്. ഞാൻ എത്രയാണെന്നുള്ളത് നിങ്ങളത് നോക്കുക കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാതെ ഒന്നും ഓർത്തിരിക്കുമല്ലോ, നമുക്ക് നോക്കിയിട്ട് തന്നെ വേണം പറയാൻ. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ വേറൊരു കൺഫ്യൂഷൻ്റെ എലിജിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു എലിജിബിലിറ്റി തന്നെയാണ് കേട്ടോ. ഇനി പ്രോഗ്രാം വിൽ ബി അലോട്ടഡ് ടു കാൻഡിഡേറ്റ് ഹു രജിസ്റ്റേർഡ് ഫോർ റിയൽ ടൈം കൗൺസിലിംഗ് സ്ട്രിക്ട്ലി ഓൺ ദ ബേസിസ് ഓഫ് കാറ്റ് റാങ്ക്. നിങ്ങളവിടെ ആദ്യം പോയി രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിലും ആദ്യം ചെന്ന ആൾക്ക് ആദ്യം അഡ്മിഷൻ എന്നുള്ള രീതിയിലല്ല, ആ ഒരു 10:30 കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ആദ്യത്തെ റാങ്കുകാരനെ വിളിച്ചിട്ട് ആ ഒരു രീതിയിലാണ് കൗൺസിലിംഗ് നടക്കണേ കേട്ടോ. അല്ലാതെ നമ്മൾ ആദ്യം ചെന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം വിളിക്കൂല. എങ്ങനെ വന്നാലും അത് കാറ്റ് റാങ്കിൻ്റെ ബേസിൽ തന്നെയായിരിക്കും. The QR code with the links to be registration portal will be available at the venue എന്നുള്ളതാണ്. അതായത് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ ഒരു QR കോഡ് ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ 13 മുമ്പ് നിങ്ങളുടെ മെയിലും പ്രൊഫൈലും അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ അവർ സാധാരണ അങ്ങനൊരു രജിസ്ട്രേഷൻ ലിങ്ക് ഓൺലൈനും അവർ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് QR കോഡ് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് 13 മുമ്പ് ഈ ഒരു റിയൽ ടൈം കൗൺസിലിങ്ങിന് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടയ്ക്ക് വെബ്സൈറ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലോ മെയിലോ നോക്കിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. അങ്ങനെ ലിങ്ക് കാണുന്നുണ്ട്, ഓൺലൈൻ റിയൽ ടൈം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് എന്തെങ്കിലും പറഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അതിൽ കയറി ചോദിക്കുന്ന ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക കേട്ടോ. എന്തായാലും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും എല്ലാം 10:30 മുമ്പ് തന്നെ ഈ വെന്യൂവിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അല്ലെങ്കിൽ ഇനി അങ്ങനെ ഓൺലൈൻ വന്നു, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ടെൻഷൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. നിങ്ങൾ ആ ഒരു ഡേറ്റ്, കാരണം കുറച്ച് പേര് ഇങ്ങനെ നേരത്തെ ഓൺലൈനൊക്കെ ചെയ്താലും ആ ഒരു ദിവസം അവിടെ എത്തൂല. അപ്പോൾ ഈ ടൈം ഇങ്ങനെ പോവുകയാണ്. ആ റാങ്ക് ഒടുങ്ങി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യമുള്ളവരല്ലേ ആ ദിവസം അവിടെ ചെല്ലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 10:30 മുമ്പ് തന്നെ വന്ന്, എങ്ങനെ ഇനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ രജിസ്ട്രേഷൻ 10:30 മുമ്പ് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി കേരളീയനല്ലാത്ത കുട്ടികൾക്ക് കമ്മ്യൂണൽ റിസർവേഷനൊന്നുമില്ല. പിന്നെ കാൻഡിഡേറ്റ് കമ്മിങ് ഫോർ റിയൽ ടൈം കൗൺസിലിംഗ് ഷുഡ് റെമിറ്റ് ദ റിക്വയർഡ് ഫീ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ അലോട്ട്മെൻറ്റ് ത്രൂ ഓൺലൈൻ ഓൺലി. ദ ഫീ പേയ്മെൻറ്റ് വിൽ ബി എനേബിൾ ഇൻ ദ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ആൻഡ് ദേ ക്യാൻ കംപ്ലീറ്റ് ദ ഫീ പേയ്മെൻറ്റ് ത്രൂ ഓൺലൈൻ. അതായത്
നമ്മൾ കഴിഞ്ഞ ബിടെക്കിൻ്റെ കൗൺസിലിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഓൺലൈൻ അടയ്ക്കാനായിട്ട് നമുക്ക് തരാറുണ്ട് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു നേരിട്ടുള്ള റിയൽ ടൈം കൗൺസിലിങ്ങിൽ നിങ്ങൾ ഹാജരാകുമ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഏത് കോഴ്സിനാണോ കിട്ടണത് ആ കോഴ്സിൻ്റെ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ തന്നെ അടച്ചാൽ മതി. പക്ഷേ അന്ന് തന്നെ അടക്കണം. ഒരു പക്ഷേ 5 മണി വരെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം, എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഞാനത് ഉറപ്പൊന്നും പറയല്ല, നിങ്ങൾ അവിടെ വിളിച്ചത് കൺഫേം ആക്കുക. ഒരു 2 മണിയോ 3 മണിയോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലൊക്കെ നമ്മളുടെ ബാങ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അത് ഉറപ്പ് പറയണില്ല, അവർ ടൈമൊന്നും പറയണില്ല. ഈ നിലവിൽ അന്ന് തന്നെ ഫീസ് അടക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അന്ന് തന്നെ ഫീസ് അടക്കണം. ചിലപ്പോൾ ഒരു ഇത്തിരി ടൈം ആ ഒരു ടൈമിൽ നിന്ന് നിങ്ങൾക്ക് കൂട്ടി കിട്ടിയേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയണ കേട്ടിട്ട് അല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ആ ഒരു ക്വിസാറ്റാണ് അതിനെപ്പറ്റി പറയേണ്ടത്. എനിക്കത് ആധികാരികമായിട്ട് പറയാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ ആ ഒരു ടൈമിൽ ആ ഫീസ് അവർ പറഞ്ഞിരിക്കുന്ന ആ ടൈമിൽ നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. ഇപ്പോൾ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫീസ് അടക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഔട്ടായി പോകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി നമുക്ക് അല്ലാതെ കുറച്ച് അഡീഷണൽ ഫീസുകൾ വരാറുണ്ട്, PTA DDF എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ അത് സാധാരണ അന്ന് തന്നെ അടക്കാൻ പറയാറില്ല. പക്ഷേ ഇവരിപ്പോൾ പറഞ്ഞേക്കണത് നീഡ് ടു പേ അഡീഷണൽ ഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ എന്നുള്ളതാണ്. ചിലപ്പോൾ അത് അന്ന് തന്നെ അങ്ങനെ വന്നാൽ അതൊരു 3000 രൂപയ്ക്കാണ് വരാറുള്ളൂ. സാധാരണ കഴിഞ്ഞ വർഷം വരെ അത് 3000 രൂപയ്ക്ക് വന്നുള്ളൂ ഈ PTA DDF. അത് സാധാരണ നമ്മൾ പിന്നീട് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് അടച്ചാലും മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവർ നീഡ് ടു പേ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ക്വിസാറ്റ് വിളിച്ച് കൺഫേം ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ. ആ 3000 രൂപ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ്. ചിലർക്ക് ആ 3000 എന്ന് പറയുന്നത് അത്ര വലിയ എമൗണ്ട് ആവില്ല. ഞാൻ പറഞ്ഞു, അത് സാധാരണ നമുക്ക് കുറച്ച് ടൈമും കൂടി അവർ ഈ PTA DDF എന്ന് പറയുന്ന ഫീസ് അടക്കാനായിട്ട് നമുക്ക് തരാറുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഈ കോഴ്സ് തന്നെ ആവില്ലല്ലോ, സ്ഥിരമായിട്ട് അത് തന്നെ എടുക്കേണ്ടവർ ഓക്കെ അത് അടക്കാം. അതല്ല ഇനി നമ്മൾ വേറെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആവണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അടച്ചാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക കേട്ടോ. ഇനി എ വെയിറ്റിംഗ് ലിസ്റ്റ് വിൽ ബി ജനറേറ്റഡ് ഫോർ ഈച്ച് പ്രോഗ്രാം വിത്ത് ദ കാൻഡിഡേറ്റ് ഹൂ റിപ്പോർട്ട് ഫോർ ദ റിയൽ ടൈം കൗൺസിലിംഗ് ആൻഡ് ഡു നോട്ട് റിസീവ് അലോട്ട്മെൻറ്റ് ഓൺ ദ കൗൺസിലിംഗ് ഡേറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ 200 വരെ അല്ലെങ്കിൽ 500 വരെ ഉള്ളവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഫ്യൂച്ചർ വേക്കൻസീസ് വരണ അനുസരിച്ചിട്ട് അങ്ങനെയുള്ളവരെ പിന്നീട് പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ കാറ്ററാങ്ങിൻ്റെ ബേസിൽ തന്നെയായിരിക്കും ആ പ്രിഫറൻസ് ഉണ്ടാവുക എന്നുള്ളതും കൂടി ഓർക്കുക. റിസർവേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് കാറ്ററാങ്ങിൻ്റെ ബേസിൽ തന്നെയായിരിക്കും ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും കിട്ടുക. നിങ്ങൾക്കത് മനസ്സിലായല്ലോ അല്ലേ? അതായത് 200 മുതൽ 500 വരെ ഉള്ളവരെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് 200 സീറ്റും അല്ലെങ്കിൽ 500 സീറ്റൊന്നും ഈ പറയുന്ന കോഴ്സുകളിലൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ എടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും വരിക. പിന്നീട് അവർ വേറെ അലോട്ട്മെൻറ്റുകൾ കിട്ടിപ്പോകുമ്പോൾ ആ സീറ്റ് വേക്കൻസി വരുന്ന അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇനി ഒരു അലോട്ട്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അപ്പോൾ ചെന്നിട്ട് ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ ആയിരിക്കും പരിഗണിക്കുക. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വെബ്സൈറ്റിലോ നിങ്ങളുടെ പ്രൊഫൈലോ മെയിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കോൾ ഫോർ റിയൽ ടൈം അഡ്മിഷൻ വിൽ ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ദ വെയിറ്റിംഗ് ലിസ്റ്റ് ഓഫ് പ്രിപ്പയർഡ്. So all those who are interested in this program within the rank range mentioned should report for real-time counseling without fail. Any future claim on this matter will not be considered. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഈ ഒരു 13-ാം തീയതി പറഞ്ഞിരിക്കുന്ന ആ ഇതിൽ പോയി രജിസ്റ്റർ ചെയ്തവർക്കാണ് പിന്നീട് ഒരു കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ അവരെ പരിഗണിച്ചിട്ടാണ് പിന്നീടുള്ള റാങ്കുകാരെ പരിഗണിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ അന്ന് പോയി രജിസ്റ്റർ ചെയ്ത് ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമുക്ക് പിന്നീടാണ് ഫീസ് അടക്കാനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ റിയൽ ടൈം അലോട്ട്മെൻറ്റിന് ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. എന്നാലാണ് അഡ്മിഷൻ ഉറപ്പാവുള്ളൂ. ഒന്നാമത്തെ 2025 CAT എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡാണ്. അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഇല്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, അതായാലും മതിയാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കൺഫർമേഷൻ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, അത് ആയാലും മതിയാവും. ഇനി നമ്മൾ കേരളത്തിന് പുറത്തുള്ള കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം, SSLCയുടെ സർട്ടിഫിക്കറ്റ് വേണം, 12th അല്ലെങ്കിൽ പാസ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റും പാസ് സർട്ടിഫിക്കറ്റും. ഈ പാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് CBSE ICSEക്കൊക്കെയാണ് പാസ് സർട്ടിഫിക്കറ്റ് വരേണ്ടത്. അല്ലെങ്കിൽ സാധാരണ SSC നമ്മളുടെ കേരള സിലബസ് ഉള്ളവർക്കൊക്കെ 10th മാർക്ക് ലിസ്റ്റ് തന്നെ മതിയാവും. ഇനി +2 മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ പാസ് സർട്ടിഫിക്കറ്റ്. ഈ പാസ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന പോലെ ഈ 2 സിലബസുകാർക്കാണ്, അല്ലാത്തവർക്ക് പാസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കേട്ടോ. ഈ
ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡേറ്റിനുള്ളിൽ പാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കിട്ടാൻ നമ്മൾ ചെന്ന് ചോദിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അഡ്മിഷന് പോവാതിരിക്കരുത് കേട്ടോ. അത് ചിലപ്പോൾ അവർ ആ ഒരു ദിവസമൊക്കെ നമുക്ക് തരും, ഇന്ന ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്ന് തന്നാൽ മതി എന്നുള്ള എന്തെങ്കിലും ഒരു ഇത് സാധാരണഗതിയിൽ തന്നേക്കാം. ഞാൻ പറയുകയാണ്, ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെയുള്ള ഇത് നമ്മൾക്ക് എല്ലാ കൗൺസിലിങ്ങിലും അങ്ങനെ അനുവദിക്കാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ആ ഒരു കാരണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകാതിരിക്കരുത്. പക്ഷേ അത് വാങ്ങാൻ ഇതിനു മുമ്പ് വാങ്ങാൻ ശ്രമിക്കാതെ ഇരിക്കരുത്. ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ പിന്നെ മതിയല്ലോ എന്ന് വെച്ചിട്ട് അതെന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. കീം വരുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു അലോട്ട്മെൻറ്റ് വരുവാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടതാണ്. അപ്പോൾ അത് കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് അത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റൊക്കെ ഡിജി ലോക്കറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ മതി. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, കിട്ടിയെങ്കിൽ അത് ഹാജരാക്കണം. ആർക്കും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്നോ എടുത്തേക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. ഇനി കേരളീയനാണ് എന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് അത് തന്നെ വേണം. കേരളീയൻ ആയവർക്ക് മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഉള്ള ആ ഒരു അല്ലെങ്കിൽ റിസർവേഷനും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ കേരളീയനാണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ SSLCയുടെ സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത്, ഇൻസൈഡ് കേരള ജനിച്ചവരുടെ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ സ്ഥലം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ നേറ്റിവിറ്റി പ്രൂഫ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് കേരളീയനാണ് എന്ന് തെളിയിക്കാൻ, കേരളത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് ആ സ്ഥലം അവിടെ മെൻഷൻ ചെയ്തേക്കുന്ന ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ആധാർ കാർഡൊന്നും സ്വീകരിക്കില്ല എന്ന് ഓർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. SSLC സർട്ടിഫിക്കറ്റിലുണ്ടെങ്കിൽ അത്, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി പ്രൂഫ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ആധാർ കാർഡ് ഇതുവരെ നമ്മളുടെ നേറ്റിവിറ്റി പ്രൂഫിനോ അല്ലെങ്കിൽ മറ്റു ഇതിനോ ഉപയോഗിക്കാനായിട്ട് നിലവിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ID പ്രൂഫ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇനി TC ആൻഡ് CC, നിങ്ങൾ എവിടെയാണോ ലാസ്റ്റ് പഠിച്ചത് അവിടുത്തെ TCയും CCയും. ഇതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ എന്ന് പറയുന്നത് ചില സ്റ്റേറ്റുകളിലെല്ലാം അവരുടെ ലാംഗ്വേജിലാണ് TC CC ഒക്കെ കൊടുക്കണേ. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഇംഗ്ലീഷിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിച്ചേക്കണം. നമ്മുടെ കേസിൽ അങ്ങനെ പ്രശ്നമില്ല. നമ്മളുടെ TC CC ഒക്കെ നമ്മളുടെ ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ അത് എല്ലാവർക്കും അതൊക്കെ നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് സ്കൂളുകളിൽ നിന്ന് അവൈലബിൾ ആക്കിയിട്ടില്ലെങ്കിൽ അതിനും നിങ്ങളൊരു ഡേറ്റൊക്കെ ഇന്ന ഡേറ്റിനുള്ളിൽ ആക്കിക്കോളാം എന്നുള്ള അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ തന്നെ എല്ലാവരും 2-3 വൈറ്റ് പേപ്പർ, ഒരു പെന്നൊക്കെ നിങ്ങൾ കരുതാട്ടോ. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ TCയും CCയും ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോർഡുകൾ അവൈലബിൾ ആക്കിയിട്ടില്ലെങ്കിൽ അത് ഇന്ന ഡേറ്റിനുള്ളിൽ ഞാൻ ഏൽപ്പിച്ചേക്കാം എന്നുള്ള ഒരു അഫിഡവിറ്റ് എഴുതി കൊടുക്കാനാണ് വൈറ്റ് പേപ്പർ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും റിസർവേഷനിൽ കിട്ടിയിട്ട് ലൈക്ക് കമ്മ്യൂണിറ്റി റിസർവേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇത് പറ്റൂല. ഇങ്ങനെയുള്ള TCയും CCയോ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ബോർഡുകൾ അവൈലബിൾ ആക്കിയിട്ടില്ലെങ്കിലോ അപ്പോൾ നിങ്ങൾ ഫോട്ടോസ്റ്റേറ്റ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഒറിജിനലിന് പകരം നിങ്ങൾക്കിങ്ങനെ ഞാനിത് ഇന്ന ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നേക്കാം എന്നുള്ള ഒരു ഇത് അവിടെ നിന്ന് എഴുതി അവർ പറയും കേട്ടോ. നിങ്ങൾ വെള്ള പേപ്പർ എടുത്താൽ മതി, നേരത്തെ എഴുതി കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ലൈക്ക് അത് ആ ഒരു ടൈമിൽ നിങ്ങൾ എന്താണോ അവർ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ എഴുതി കൊടുക്കാൻ പറയണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ അത് എഴുതി കൊടുക്കാൻ പറയും. എന്തായാലും കുറച്ച് A4 ഷീറ്റ് പേപ്പറുകളും പെന്നും ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതാം കേട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്, 4 എണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആധാർ കാർഡ് ഉണ്ട് ID പ്രൂഫായിട്ട്. ഇനി നിങ്ങൾ NCLാണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾ പറയുന്നുണ്ട് ലൈക്ക് SC ST ആണെങ്കിൽ തഹസീൽദാറിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇനി കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ഫോർ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. ഇനി ഇതിലേതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേസിൽ അങ്ങനെ വരുന്നില്ല. ഇനി അതല്ല ഇംഗ്ലീഷിലാണെങ്കിൽ അത് നിങ്ങൾ ഇംഗ്ലീഷിൽ നോട്ടറി ഇതിനെ കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതും കൂടി അതിൻ്റെ വേണ്ടി വരും. ഇനി ഇതിൻ്റെ എല്ലാം തന്നെ 2 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് നിങ്ങൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിൻ്റെയും 2 സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ സൈൻ ചെയ്താൽ മതി. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു സൈൻ, നിങ്ങളുടെ ഒരു സൈനല്ല, നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് ഇട്ടേക്കുന്ന ആ ഒരു സൈൻ അവിടെ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ടൊന്നും സൈൻ ചെയ്യിച്ച് പുറകെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്താൽ മതി. ഇനി NRI സ്റ്റാറ്റസ് ഈസ് നോട്ട് കമ്പൽസറി ബട്ട് ദോസ് ഹു ഹാവ് ഓപ്റ്റഡ് ഫോർ NRI സീറ്റ് ഷുഡ് സബ്മിറ്റഡ് ദ ഡിക്ലറേഷൻ ഗീവൺ ഇൻ Annex 1. അതായത് NRI റിസർവേഷനിലാണ് നിങ്ങൾ ഈ പറയുന്ന അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അതിനൊരു ഡിക്ലറേഷൻ Annex 1 വെബ്സൈറ്റിൽ കിടപ്പുണ്ട്, പ്രോസ്പെക്ടസിലുണ്ട്. ദെൻ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ
ഈ പറയുന്ന പോലെ പെൻ വെച്ചിട്ട് എഴുതി അതിൻ്റെ കാര്യങ്ങളൊക്കെ സൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവല്ലോ ചെയ്യുകയോ വേണം കേട്ടോ. പിന്നെ എല്ലാവരും എടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് നാഷണാലിറ്റി. അതിൻ്റെ വെബ്സൈറ്റ് അതിൻ്റെ ഫോമാറ്റ് വെബ്സൈറ്റിലുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഓൾ കാൻഡിഡേറ്റ് റിസീവിംഗ് അലോട്ട്മെൻറ്റ് ടു അക്കാദമിക് പ്രോഗ്രാം ഓഫ് ക്യുസാറ്റ് ഇൻ സീറ്റ് അതർ ദാൻ ദോസ് സ്പെസിഫൈ മാർക്കഡ് അറ്റ് ഇൻ്റർനാഷണൽ ഫോറിൻ നാഷണൽ കാൻഡിഡേറ്റ്സ് ഷാൽ സബ്മിറ്റ് എ സെൽഫ് ഡിക്ലറേഷൻ. അതായത് നമ്മളെല്ലാവരും തന്നെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം കേട്ടോ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള എല്ലാവരും സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് നാഷണാലിറ്റിയുടെ അത് വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിലുണ്ട് കേട്ടോ. അനെക്സ് 2 ആണ് അതിൻ്റെ ഫോർമാറ്റ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക കേട്ടോ. വലിയ പാടൊന്നുമില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞാൽ മതി. ഇനി ഇത് ബിടെക്കുകാർക്കും ഇതൊക്കെ ബാധകമാണ് കേട്ടോ. നിങ്ങൾ ബിടെക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്കും സർട്ടിഫിക്കറ്റ് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നിങ്ങളും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ദ കാൻഡിഡേറ്റ് ജോയിനിങ് ക്യുസാറ്റ് ഷാൽ സൈൻ ദ ഫോളോയിങ് ഡിക്ലറേഷൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ബൈ ദ UGC ദാറ്റ് ആൻറ്റി ഡ്രഗ് ഡിക്ലറേഷൻ ബി ടേക്കൺ ബിഫോർ. അത് അതിൻ്റെ ഫോമാറ്റ് അനെക്സ് 3 വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പൊക്കോളാം കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതെല്ലാവരും ഇതിപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ആൻറ്റി റാഗിങ് ഡിക്ലറേഷൻ ഫോമാറ്റ്. ക്യുസാറ്റിൻ്റെ അനെക്സ് 3 കിടപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് പറ്റുമെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ് കേട്ടോ. അത് ഓൺലൈനൊക്കെ ചെയ്യാമായിരുന്നു. ഇവിടെ ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ എവറി സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻറ്റ് ടു സബ്മിറ്റ് ആൻഡ് ഓൺലൈൻ മതി കേട്ടോ. ഓൺലൈൻ അണ്ടർടേക്കിംഗ് എവരി അക്കാദമിക് ഇയർ അറ്റ് ആൻറ്റി റാഗിങ് എന്നുള്ള ഇത് പറയുന്നുണ്ട്. അതായത് അനെക്സ് 3 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തേക്കുക. അത് അപ്പോൾ അന്ന് ചോദിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം തരുമായിരിക്കും. അതിനെയൊക്കെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ആൻറ്റി ഡോവറി ക്യുസാറ്റ് എടുത്തേക്കുന്ന ഒരു ഡിക്ലറേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ്. അപ്പോൾ അതും അവിടെ അനെക്സ് 4 പറയുന്നുണ്ട് കേട്ടോ. അനെക്സ് 3യും അനെക്സ് 4ഉം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോവുക അഡ്മിഷന് പോകുന്നതിന് മുമ്പ്. എന്തായാലും ക്യുസാറ്റിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതൊക്കെ വേണം. ചിലപ്പോൾ അത് അവിടെ നിന്ന് അവൈലബിൾ ആക്കി തരുമായിരിക്കും. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അഡ്മിഷൻ ഡെസ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ച് നോക്കാം കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നോ അത് അവിടെ നിന്ന് അവൈലബിൾ ആക്കുമോ എന്നുള്ളത്. ചിലവരൊക്കെ കോളേജിൽ നിന്ന് അവൈലബിൾ ആക്കാറുണ്ട്. ക്യുസാറ്റ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് കൺഫേം ചെയ്തിട്ട് പോവുക കേട്ടോ. പിന്നെ കാൻഡിഡേറ്റ് ക്ലെയിമിംഗ് കേരളൈറ്റ് സ്റ്റാറ്റസ് ഷുഡ് ഇൻവേരിയബിളി പ്രൊഡ്യൂസ് അറ്റ് ദ ടൈം ഓഫ് കൗൺസിലിംഗ് അഡ്മിഷൻ എനി വൺസ് ദ ഫോളോയിങ് സർട്ടിഫിക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് കേരളീയനാണെന്ന് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾ സാധാരണ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും ആണ് കേരളത്തിൽ ജനിച്ചതെന്നുള്ള ഇതിലും നിങ്ങൾ കേരളീയനായിട്ട് പരിഗണിക്കും. നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ലെങ്കിലും നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും കേരളീയനായിട്ട് പരിഗണിക്കും. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം ജനിച്ചത് കേരളത്തിലാണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. അത് ഈ പറയുന്ന പോലെ SLC സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ആവാം. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ രണ്ടും തമ്മിലുള്ള ബന്ധം സാധാരണ അങ്ങനെ പറയാറുണ്ട്. അതായത് നിങ്ങളുടെ ഫാദറിൻ്റെ ആണെങ്കിൽ ഫാദറും നിങ്ങളും തമ്മിലുള്ള ബന്ധം, മദറാണെങ്കിൽ മദറും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങളിതിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. ആരാണ് നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാളെങ്കിലും കേരളത്തിലാണ് ജനിച്ചെങ്കിൽ നിങ്ങളെ കേരളീയനായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി ദ യൂണിവേഴ്സിറ്റി റിസർവ് ദ റൈറ്റ് ടു ആഡ്, ഡിലീറ്റ് ഓർ അമെൻഡ് എനി ഓഫ് ദ റിഗാർഡിംഗ് ഇൻടേക്ക് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, അതായത് ഇതൊക്കെ ഉണ്ടെന്നുള്ളതാണ്. Cancellation of admission and refund of fees. Refund fees, if any, will be governed by the refund policy published in the admission website. Okay, refund policy publish ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും റീഫണ്ട് പോളിസി എല്ലാവർക്കും ബാധകമാണ്. അതനുസരിച്ചിട്ട് അതിപ്പോൾ ബിടെക്കിൻ്റെ ആണെങ്കിലും PG ആണെങ്കിലും ഒക്കെ നമ്മൾ അഡ്മിഷൻ എടുത്താൽ ഈ റീഫണ്ട് പോളിസിയാണ് ക്യുസാറ്റ് ഫോളോ ചെയ്യണത്. അതനുസരിച്ചിട്ടായിരിക്കും റീഫണ്ട് കിട്ടുക. സോ എൻക്വയറീസിനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.